എന്നെ തൊടാനാണോ ചേച്ചി വന്നേ? അയ്യോ, എന്നെ തൊടാനല്ലേ ചേച്ചി വന്നേ? പ്രൈസ് ദി ലോർഡ്. അല്ല, ഒരു ധ്യാനത്തിന് ഒരാളെ മാത്രമേ തൊടത്തുള്ളൂ കേട്ടോ. എൻ്റെ പേര് റോസ് കുളങ്ക്. ഓക്കെ, യൂക്കറിസ്റ്റിക് കോൺഗ്രസിൻ്റെ ടോക്കിനിടയിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് ടോക്കിനിടയിൽ ചേച്ചീൻ്റെ അടുത്ത് കടന്നു വന്ന് ചേച്ചിയെ ഹഗ് ചെയ്തു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, ഈ ഒരു ധ്യാനത്തിൽ ഞാൻ ഒരാളെ മാത്രമേ ഹഗ് ചെയ്യുള്ളൂ കേട്ടോ തോന്നി. ദാറ്റ് വാസ് ഫൺ. ദാറ്റ് വാസ് ഭയങ്കര ഒരു ഫണ്ണി മൊമെൻ്റ് ആയിരുന്നു. പക്ഷെ അതിന് പുറകിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ടെന്ന് ചേച്ചി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഷാലോമിൻ്റെ പ്രേക്ഷകർ ഇതുപോലെയുള്ള ആത്മീയ അനുഭവങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ചേച്ചി അത് ഒന്ന് ഷെയർ ചെയ്യാതാണ്. അതൊരു ഒത്തിരി അനുഭവമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ മോൻ ക്യാൻസർ വന്നു, ബ്രസ്റ്റ് ക്യാൻസർ വന്നു. 3 പ്രാവശ്യവും റിലാപ്സ് ചെയ്തിട്ടു ശേഷം അവൻ ലോകത്തിന് വേണ്ടി അവൻ്റെ ശരീരം പങ്കുവെക്കണം. അത് അവൻ മരിക്കുന്നതിന് മുമ്പ്. ഈ സമയത്ത് അവൻ്റെ ബ്ലഡ് കുറേ എടുക്കേണ്ടി വന്നു. അവന് ബ്ലഡ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്തപ്പോൾ അല്പം വേഗതയിൽ ട്രാൻസ്ഫ്യൂസ് ചെയ്തത് കൊണ്ട് അവൻ മരിച്ചുപോയി. സോ അതൊരു ആക്സിഡൻ്റ് ഡെത്തായിരുന്നു. അതിനെ സ്വോളോ ചെയ്യുവാൻ പറ്റാതെ എൻ്റെ ഹസ്ബൻഡ് വളരെയധികം വിഷമിച്ച് ഡിപ്രസ്ഡായി. അവസാനം ഓൾസൈമേഴ്സ് ഡിമെൻഷ്യയിലേക്ക് കടന്നു. അതും വെറും 60 years പഴമി, 60 years old. അത് പതുക്കെ 70 years ആയപ്പോൾ നൗ ഹീ ഈസ് വെരി വെരി ബെഡ് റിഡൻ ആൻഡ് കിടപ്പ് രോഗിയാണ്. ഓക്കെ, അപ്പോൾ 24 hours കെയർ ഗിവേഴ്സ് ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതെ ശുശ്രൂഷിച്ച് 5 വർഷത്തിന് ശേഷമാണ് കെയർ ഗിവേഴ്സ് കിട്ടാൻ തുടങ്ങിയത്. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ഫുൾ ടൈം ഉള്ളത് കൊണ്ട് ഫാദർ ഡാനിയേൽ ഇവിടെ വരുന്നെന്ന് കേട്ടപ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹിച്ചു. ആ ഫാദർ ഡാനിയേലിനെ ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ സംസാരിക്കുകയും ചെയ്യണം. എൻ്റെ കാര്യങ്ങളെല്ലാം പറയണം. ഫാദർ ഡാനിയേലിൻ്റെ ടോക്കിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വേർഡ് ബൈ വേർഡ്. എല്ലാ ദിവസവും ഫാദർ ദിവസവും 24 hours ഫാദർ ഡാനിയൽ ഈസ് ഓപ്പൺ ഇൻ അവർ ടെലിവിഷൻ. ഫാദർ ഡാനിയലിനെ കണ്ടുകൊണ്ടാണ് നേരം വെളുക്കുമ്പം മുതൽ എൻ്റെ ഭർത്താവ് ജീവിക്കുന്നത് തന്നെ. വേറെ എന്തു വെച്ചാലും പൊളിറ്റീഷ്യൻ ആയിരുന്നു, പക്ഷേ ഇപ്പം പോളിറ്റിക്സ് ഒന്നും ഇഷ്ടമില്ല. ഫാദർ ഡാനിയൽ വെച്ചാൽ മതി എന്ന് പറയും. അതോ അധികം സംസാരിക്കത്തില്ല, പക്ഷേ ഇപ്പം കെയർ ഗിവേഴ്സിന് പോലും അറിയാം ജോസിനെ സമാധാനപ്പെടുത്തണമെങ്കിൽ ഫാദർ ഡാനിയലിനെ വെച്ചു കൊടുക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഫാദർ ഡാനിയലിനെ ഇവിടെ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ എൻ്റെ അനുജത്തിയോട് പറഞ്ഞു എനിക്ക് എങ്ങനെയെങ്കിലും പോകണം. എന്നിട്ട് അപ്പൊ ഹസ്ബൻഡ് ബെഡ് റിഡനായിട്ട് കിടക്കുമ്പോ അപ്പൊ കഴിഞ്ഞ എത്ര വർഷമായിട്ട് 9 വർഷം കഴിഞ്ഞിട്ട് ഞാനിപ്പം 50 വർഷമായിട്ട് പുറത്തേക്ക് പോയിട്ടില്ല, വീടിന്റെ പുറത്തേക്ക് പോയിട്ടില്ല, പള്ളിയിൽ പോകും. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ന്യൂയോർക്കിന്ന് ന്യൂജേഴ്സിക്ക് വന്ന് ഈ 2 ദിവസം ഇവിടെ ചെലവഴിക്കാൻ ദൈവം ഞാൻ ഫോൺ എടുത്തിട്ടില്ല. അവിടുന്ന് പോന്നു കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് എങ്ങനെയുണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ മോളെ വിളിച്ച് ചോദിച്ചിട്ടില്ല. കാരണം ഞാനിവിടെ അറ്റാച്ച്ഡ് ടൈം, അതായത് യുക്കറിസ്റ്റിക് ജീസസിനോട് അറ്റാച്ച്ഡ് ആണ്. അപ്പൊ ഡാനിയലച്ചനെ കണ്ട് അപ്പൊ നടന്ന മൊമെന്റ് എന്തായിരുന്നു? അപ്പം ഞാൻ തൊടണമെന്നൊന്നും വിചാരിച്ചതേ ഉള്ളൂ. ഫാദർ ഡാനിയലിനോട് ചോദിച്ചു, അങ്ങനെ ദൂരം നിന്നപ്പം ചോദിച്ചു, അവിടെ ഇരിക്കുന്നവർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ കഴുത്ത് ഇങ്ങോട്ട് തിരിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കഴുത്ത് വേദന എടുക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് തല വിളിക്കും. പക്ഷേ ഫാദർ ഡാനിയൽ എന്നെ ശ്രദ്ധിച്ചു, ചേച്ചിക്ക് കഴുത്ത് വേദനയുണ്ട്, അപ്പം ഞാൻ അങ്ങോട്ട് വരാം. അപ്പം എല്ലാവരും കൂടി പറഞ്ഞു ഇങ്ങോട്ട് വാ ഞങ്ങളുടെ സൈഡിലേക്ക് വാ. അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ഭയങ്കര സന്തോഷം. എൻ്റെ മുഖം കണ്ടിട്ടോ അത് ഡാനിയൽ കൈ കാണിച്ചു. അപ്പം അത് മതിയെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചപ്പോഴത്തേക്ക് ഡാനിയലിനോട് എൻ്റെ അനുജത്തി പറഞ്ഞു അത് ഡാനിയലിനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡാനിയൽ പറഞ്ഞു അന്ന് ഞാൻ അന്നയുടെ ഇഷ്ടത്തോടെ വരാമെന്നും പറഞ്ഞുകൊണ്ട് 2 ചെയർ കടന്ന് അത് ഡാനിയൽ എൻ്റെ അടുക്കൽ വന്ന് ഹഗ് ചെയ്യാമെന്നപ്പോൾ ഞാൻ എൻ്റെ മകനെ കെട്ടിപ്പിടിക്കുന്ന പോലെ ഞാൻ കെട്ടിപ്പിടിച്ച് കഴുത്തിന് ഒരു ഉമ്മയെ കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു മമ്മിയാണ് നോക്കാൻ. കാരണം മമ്മിക്ക്
75 വയസ്സായി, എനിക്ക് 75 വയസ്സ്. അത് ഡാനിയലച്ചന്റെ മമ്മിക്ക് 75 വയസ്സേ. ഓ ഓക്കെ. സോ എന്റെ മോന് ഡാനിയൽസിന്റെ പ്രായം മരിച്ചുപോയ അതൊക്കെ അപ്പൊ ശരിക്കും മരിച്ചുപോയ മോനെ ഡാനിയലച്ചന്റെ ആളാണ് എന്റെ മോൻ. അല്ല അപ്പൊ മരിച്ചുപോയ മകനെ ശരിക്കും ഡാനിയലച്ചനൂടെ ഒരു യുക്രൈസ്ത്യൻ ആരുടെയും ഹഗ് ഞാൻ ആ അച്ഛന് കൊടുത്തു. അതൊരു ഭയങ്കര പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇറ്റ് ഈസ് നോട്ട് ദ യൂഷ്വൽ ഹഗ് ദാറ്റ് യു ഡു. അതായത് ഞാൻ വിശ്വസിക്കുന്ന ചേച്ചി കഴിഞ്ഞ 9 വർഷമായിട്ട് വീടിന്റെ പുറത്തേക്ക് പോയിട്ടില്ല. ഭർത്താവിനെ ശുശ്രൂഷിക്കാനും ടേക്ക് കെയർ ചെയ്യാനായിട്ട് ജീവിതം മുഴുവൻ മാറ്റിവെച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഡാനിയലച്ചൻ്റെ ക്ലാസ്സുകൾ കേട്ട് ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള ശക്തി സ്വീകരിക്കുന്നു. പരിശുദ്ധ കുർബാനയെ എല്ലാ ദിവസവും അർപ്പിച്ച് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഡാനിയലച്ചൻ അടുത്ത് വന്ന സമയത്ത് ഈ ഡാനിയലച്ചനിലൂടെ ഈശോയാണ് ചേച്ചിയെ ഹഗ് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ആ ഹഗ്. കാരണം ക്രൈസ്റ്റ് ഈസ് അവർ വേ. നോ, വി ടേക്ക് എ ലോട്ട് ആൻഡ് ദെൻ നമ്മുടെ ജീവിതത്തിലുള്ള സാധാരണയുള്ള ബുദ്ധിമുട്ടുകളല്ല ഞങ്ങളുടേത്. നമുക്ക് അതിനും അപ്പുറം എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ടോ. ആ വേദന ക്രൈസ്റ്റിന് മാത്രമേ അറിയുള്ളൂ. അതിലൂടെ ഞങ്ങൾ കടക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയുന്നില്ല, ആരോടും പരാതിപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ അനുഗ്രഹം ദൈവം തരുന്നുണ്ടോ? അതിനുള്ള അനുഗ്രഹം സാധിക്കാനുള്ള. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ. നമ്മൾ ഭാരങ്ങൾ വഹിക്കുന്നവരായിരിക്കാം, നമ്മൾ കുരിശ് ചുവക്കുന്നവരായിരിക്കാം. കർത്താവ് എല്ലാം കാണും. ഈ ഒരു ദിവസം ഡാനിയലച്ചനെ കാണാൻ വന്ന് ഡാനിയലച്ചൻ്റെ കരങ്ങളിൽ ഒന്ന് തൊടാൻ വന്ന് ആഗ്രഹിച്ച് വന്ന ചേച്ചിയെ കർത്താവ് ഡാനിയലച്ചനെ ഇൻസ്പയർ ചെയ്ത് ഈ ക്രൗഡിനകത്തേക്ക് കൊണ്ടുവന്ന് അച്ഛൻ ചേച്ചിയെ ഹഗ് ചെയ്തപ്പോൾ കർത്താവ് നേരിട്ട് ചേച്ചിയെ ഹഗ് ചെയ്യായിരുന്നു. തൻ്റെ കുരിശുമെടുത്ത് മുന്നോട്ട് നീങ്ങുന്നവരെ കർത്താവ് എന്തുമാത്രം സ്നേഹിക്കുകയും അവരെ പരിപാലിക്കുകയും അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് വേണം നമ്മളിത് കാണാൻ. നമ്മൾ ഓരോരുത്തരും കുരിശ് വഹിക്കുന്നവരാണെങ്കിൽ നമ്മളിതൊരു മെസ്സേജായിട്ട് എടുക്കുക. കർത്താവ് കുരിശ് വഹിക്കുന്നവരെ ആറോടടയ്ക്കാൻ ആഗ്രഹിക്കും. God bless you.